ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിശേഷങ്ങൾ കാണിക്കുന്നത് പെരുന്നാളിൻ്റെ അന്നുള്ള വിശേഷങ്ങളാട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പെരുന്നാളായി. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ എൻ്റെ ജോലി പായസം ഉണ്ടാക്കലാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് ഇവിടെ പ്രെയർ ഉണ്ട്. അപ്പോൾ കുറേ പേര് നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാ വീട്ടിലുള്ള ഇത്തമാരും അനിയത്തിമാരൊക്കെ ഇവിടെയാട്ടോ നിസ്കരിക്കാനായിട്ട് വന്നത്. നമ്മൾ നമസ്കരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു സന്തോഷത്തിന് എല്ലാവർക്കും ഉള്ള പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പായസം ഉണ്ടാക്കി പിന്നെ പെരുന്നാളിൻ്റെ ഒരു പ്രയറും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് പിരിയാണിട്ട് ചെയ്യണത്. പിന്നെ അടുത്ത വർഷമാണ് ഇങ്ങനൊരു കൂടിച്ചേരൽ ഉണ്ടാവണത്. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിനുള്ളൊരു മധുരമാണിത്. അപ്പം എൻ്റെ ജോലി ഈ പായസം വയ്ക്കലാട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഊണിനൊക്കെ എൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി പ്രയറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ്. അവിടെ ഊണ് കഴിച്ച് പകുതിയായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിൽ പോയിട്ട് വീഡിയോ എടുക്കണതാട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് വരട്ടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ മക്കളും എനിക്ക് രണ്ട് ബ്രദേഴ്സാണ്, അവരുടെ മക്കളും പിന്നെ മാമമാരുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഊണൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് പോയിട്ട് മഞ്ഞപ്പെട്ടി വീടെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ കാണിക്കാറില്ലേ, അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ജങ്കാർ സർവീസ് ഉണ്ട്. ഈ പുഴയാണല്ലോ, തറവാടിൻ്റെ മുറ്റം തന്നെ പുഴയാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ജങ്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ജങ്കാറിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോണേട്ടോ കണ്ടത്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ കുറേ നാളായാലും ഇങ്ങനെ ഇടവഴികളിലൂടെയൊക്കെ നടന്നിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ പോണ വഴിക്ക് കാണുന്ന ചെടികളെയും മരങ്ങളെയും ഒന്നും ഞാൻ വെറുതെ വിടില്ല കേട്ടോ. അപ്പോൾ മക്കളെന്നെ കളിയാക്കണ്ട്, ഒന്നിനെ വിടരുത് കേട്ടോ. അത് അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു കപ്പങ്ങ മരം തന്നെ നമുക്ക് നന്നായിട്ട് കപ്പങ്ങ ഉണ്ടാവണതും ഉണ്ടാവാത്തതും ഉണ്ട്. അപ്പോൾ ഇത് ആൺകപ്പങ്ങയിൽ കപ്പങ്ങ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടികളെ കാണിച്ച് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കണേ കേട്ടോ. അപ്പോൾ അതിനകത്ത് പൂ മാത്രമേ ഉണ്ടാവുള്ളൂ, കായ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കണതാണ്. അങ്ങനെ പിന്നെ നടന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ ചെത്തിയല്ല തെറ്റിയില്ലേ, ഈ പുഴവക്കത്തും തോടുവക്കത്തൊക്കെ പണ്ടുണ്ടാവുമായിരുന്നു ഇഷ്ടം പോലെ. ഇതിവരിവിടെ നട്ടുപിടിപ്പിച്ചേക്കണത് കേട്ടോ. അപ്പോൾ അതുമ്പോൾ നിറയെ പൂത്തൊക്കെ ഉണ്ട്. അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകണ പൂവാണിത്. അപ്പോൾ അതും കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. കുറേ നടക്കാനുണ്ട്. പണ്ട് ഈ വഴികളൊക്കെ ഇങ്ങനെ ടാറിടാത്ത നല്ല പൂഴി മണൽ പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ചവിട്ടുമ്പോൾ കാലിന് നല്ല തണുപ്പ് കിട്ടണ പോലത്തെ മണ്ണായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ടൈലും ഒക്കെ ഇട്ടു. ഇത് കണ്ടു, ഇതൊരു ആനത്തകര എന്ന് പറയുന്ന ചെടി കേട്ടോ ആദ്യം കാണിച്ചത്. പിന്നെ അങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ് ഈ മതിലിലേക്ക് ഈ ചെടി ഇങ്ങനെ പടർത്തി വിട്ടേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ മതിൽ നമുക്ക് സിമെൻറ്റ് വെച്ച് തേക്കോ പുട്ടിയടിക്കോ വൈറ്റ് വാഷ് അടിക്കോ ഒന്നും ചെയ്യേണ്ട. വെറുതെ ഹോളോ ബ്രിക്സിൻ്റെ മതിലിലേക്ക് ഈ ചെടി ഇങ്ങനെ പടർത്തി വിട്ട് കഴിയുമ്പോൾ ആ ചെടി തന്നെ പടർന്ന് ആ മതിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ ഇവരിങ്ങനെ പൈപ്പുകൾ, ചെറിയ ചെറിയ പൈപ്പുകളുടെ അകത്താണ് ചെത്തി നട്ടു കൊടുത്തേക്കണത്. അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും ജങ്കാറിൻ്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങടേക്ക് താഴേക്ക് നടന്നു പോണതാണ്. അപ്പോൾ ഇത് ഒരു വെളിയത്ത് ഗാർഡൻ എന്ന് പറയുന്ന, നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളതാണ്, കേട്ടിട്ടുണ്ടാവും. ഓൺലൈനായിട്ട് അവർക്ക് പ്ലാന്റ്സിൻ്റെയൊക്കെ വിതരണമുള്ളവരാണ്. ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ വീടും പറമ്പൊക്കെയാണത്. അപ്പോൾ അവിടുന്ന് ആ ഗേറ്റിന് അപ്പുറത്തേക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നഴ്സറികളും തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊരു കൊമ്പ് ഇങ്ങനത്തെ നീണ്ടു വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത കേട്ടോ പിള്ളേരെ, ഇതാണ് ഈ മുന്തിരിപ്പേരാന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ താഴേക്ക് പോവാണ്. അവിടെ ജങ്കാറുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് ഇന്ന് ജങ്കാറിനൊക്കെ അവധിയാണെന്ന് തോന്നുന്നു. ഇത് വർക്കിംഗ് അല്ല, അവിടെ നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ ഓപ്പറേറ്ററെ ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഈ ബംഗാളികളാണല്ലോ, ഇവിടെയൊക്കെ കമ്പനികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ അവർക്കും അവധിയാണല്ലോ. അപ്പോൾ അവർ നമ്മുടെ ആളുകളും അല്ലാണ്ട് ബംഗാളികളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരെയും ഫോട്ടോ എടുക്കലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ കുറേ പേര് അവിടുന്ന് ഞങ്ങളെ കണ്ടപ്പോൾ തിരിച്ച് പോകണവരുണ്ട്, പിന്നെ അങ്ങടേക്ക് വരണവരുണ്ട്. അങ്ങനെ ആകെ ഒരു ബഹളമാണ് അവിടെ. അങ്ങനെ ജങ്കാറ് ഇത് വലിയ 2 വഞ്ചികൾ, അതിനകത്ത് അതിൻ്റെ നടുക്കാണ് ഇങ്ങനെ ജങ്കാറ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എന്നിട്ട് ഇതിന് മോട്ടറൊക്കെ ഉണ്ട്.
അങ്ങനെ നിർത്തിയിട്ടേക്കണോണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട്. ഇതിൻ്റെ സൗണ്ട് ചില കുട്ടികൾക്ക് പേടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിർത്തിയിട്ടേക്കണോണ്ട് എല്ലാവരും നല്ല തുള്ളി ബഹളത്തിലാണ്. പിന്നെ ഓരോ സൈഡിൽ കൂടെ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, അങ്ങനെ ആകെ ബഹളമായിട്ട്. അപ്പം ഞാൻ ഈ പുഴേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. ഈ പുഴ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ട്, എന്തോരം നോക്കി നിന്നാലും മതിയാവാത്ത കാഴ്ചയാണ് ഈ പുഴ. പെരിയാർ പുഴയാട്ടോ ഇത്. അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടെ നിന്നു. പിന്നെ ഇവരുടെ ഫോട്ടോ എടുപ്പും സെൽഫിയും കുട്ടികളുടെ കളിയും ഒച്ചപ്പാടും ബഹളവും ഒക്കെയായി അങ്ങനെ നേരം നല്ല സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി, പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരില്ല കേട്ടോ. അപ്പോഴാണ് ഇവർ 2 ബംഗാളി കുട്ടികളാണ്. ഇവർ കൊച്ചു കുട്ടികളാട്ടോ, പക്ഷെ അതിൻ്റെ കോസ്റ്റ്യൂമേ കണ്ടപ്പോൾ നല്ല രസം. സാരിയാണ് പുള്ളിക്കാരി എടുത്തേക്കണത്, കുഞ്ഞു സാരി. അപ്പോൾ ഇവർ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ അവരുടെ ഫോട്ടോ എടുത്തതാട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരുടെ വീഡിയോയൊക്കെ എടുത്ത് അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറേ സമയം കൂടി അവിടെ കളിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വള്ളത്തേലൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കാനും. അല്ലാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ പ്രൈവറ്റായിട്ട് ഇങ്ങനെ വഞ്ചി തുഴഞ്ഞ് പോകാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ല, അങ്ങനെ അങ്ങനെയും പോണവരൊക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറിനുണ്ട് കേട്ടോ ഒരു ചെറിയ ബോട്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അതിലിങ്ങനെ ഒരു സവാരിക്കൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ കുറേ ആയി പോയിട്ട്. ഇതിനു മുമ്പ് പോയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോരുത്തരും പോകുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഒരു ടീം ദൂരേന്ന് ഇങ്ങോട്ട് വരണ്ട് കേട്ടോ. അവർ മീൻ പിടിക്കാനായിട്ട് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വല വീശി മീനൊക്കെ കിട്ടും കേട്ടോ, വലിയ മീനുകളൊക്കെ കിട്ടും. എന്നിട്ട് ഈ ബംഗാളികൾ ഇത് നമുക്ക് റോട്ടിൽ കച്ചവടത്തിന് വെച്ച് കഴിഞ്ഞിട്ട് ആളുകൾ ഇഷ്ടം പോലെ വന്ന് വാങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. ചില സമയങ്ങളിലാണ് അവരിങ്ങനെ പോവാറുള്ളൂ. ഇതിപ്പോൾ അവർ വെറുതെ അവരുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. ഇതാണ് വെളിയത്തിൻ്റെ ബോർഡ്. അപ്പോൾ ആ മുന്തിരിപ്പേര ഞാനിങ്ങനെ പൊട്ടിച്ച് ഇവരെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും ഇപ്പോൾ പച്ചയാണ്. ഇതിന് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതിന് കറക്റ്റ് മുന്തിരിയുടെ കളർ വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മുന്തിരിപ്പേര എന്ന് പറയണത്. അപ്പോൾ ഒരു പൂച്ച ഞങ്ങളെക്കാളും മുമ്പ് പോകുന്നുണ്ട്. അവൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അവൻ മുഖം തരണില്ല വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഈ മുന്തിരിപ്പേരയുടെ അകത്താണെങ്കിൽ ആകെ 4-5 കായ്കളേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണ പേരക്കയുടെ അകത്തുള്ള കുരു പോലെയല്ല, അത് 3-4 കായ്കൾ വലിയ കായ്കളായിരിക്കും. പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമെന്നാണ് പറയണത്. അങ്ങനെ വീണ്ടും തറവാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഫുഡ് തറവാട്ടിലാണ്. അപ്പോൾ ഓരോ ഗ്യാങ്ങായിട്ട് പലരും പല സ്ഥലത്തേക്ക് ഇരുന്നാണ് ഫുഡ് കഴിക്കണത്. അങ്ങനെ ഇവിടെ എല്ലും കപ്പയൊക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ മൂത്തമാമയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി, ഇവിടുത്തെ സാധാരണ ചോറ്, കറികൾ, ചിക്കൻ ഒക്കെ ഉണ്ടായിട്ട്. അപ്പോൾ എല്ലാവർക്കും എത്തി വരുമ്പോൾ അതൊക്കെ തീർന്നു. അപ്പോൾ ഒരാൾ എന്നെ കാണിച്ചു തരുന്നതാണ്, എനിക്ക് ചിക്കൻ കിട്ടിയില്ല, പകരം കുമ്പളങ്ങ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നതാട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ച് എൻ്റെ തട്ടകത്തിലേക്ക് വന്നു. പിറ്റേ ദിവസം അന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഈ മാങ്ങ എൻ്റെ വീട്ടിലുണ്ടായിക്കണതല്ല, അയൽവക്കത്തെ വീട്ടിലുള്ള അവർ നമുക്ക് വേണ്ടിയിട്ട് പറിച്ച് തന്നു വിട്ടതാട്ടോ. പിന്നെ ചക്ക, തണ്ണിമത്തങ്ങ നാത്തൂന് എടുത്ത് തന്നതാണ്. അപ്പോൾ നല്ല ദാഹത്തോടു കൂടി തന്നെയാണ് വന്നത്. അപ്പോൾ വന്ന വഴിക്ക് അതൊക്കെ ഒന്ന് കുത്തിക്കലക്കി കുടിക്കാനായിട്ട് എടുക്കുകയാണ്, ഐസൊക്കെ ഇട്ട്. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തണ്ണിമത്തങ്ങയൊക്കെ കലക്കി ഞങ്ങളെല്ലാവരും കുടിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സന്തോഷകരമായൊരു ദിവസം ഇവിടെ തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.